ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022 ചാനൽ ഗ്രോത്തിന് ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീഡിയോയുടെ ടൈറ്റിൽ. എന്നാൽ അതുപോലെ വ്യൂസ് നേടുന്നതിന് ക്രിട്ടിക്കലായ മറ്റൊരു ഫാക്ടറാണ് യൂട്യൂബ് തംബ്നെയിൽ. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പുതുതായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റിൽ എന്താണ് യൂട്യൂബ് തംബ്നെയിലിനെ കുറിച്ച് പറയുന്നത് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയ്ക്ക് കമന്റ് ചെയ്തതിൽ നിന്നും ആരാണ് വിജയി എന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വിജയി. ഇവരുടെ ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലെല്ലാം നൽകാം. നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ചാനലിനും ഒരു ഫ്രീ പ്രൊമോഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക. ടോപ്പ് ടിപ്സ് ഫോർ തംബ്നെയിൽ എന്ന ടോപ്പിക്കോട് കൂടിയാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഈ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. YT സ്റ്റുഡിയോയിൽ അനലിറ്റിക്സ് എന്ന ടാബിൽ പോയാൽ നമുക്ക് ഈ തംബ്നെയിലിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് യൂട്യൂബ് പറയുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ചാനലിലേക്ക് വ്യൂസ് എല്ലാം വരുന്നതിന് തംബ്നെയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ആദ്യത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത പേജിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ നിന്നും നന്നായി പെർഫോം ചെയ്യുന്ന 3 തംബ്നെയിൽ കാണിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ പെർഫോം ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈനിൽ നമ്മൾ തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ വ്യൂസ് എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. അതിനാൽ തന്നെ നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് കൂടുതൽ സമയമെല്ലാം സ്പെൻഡ് ചെയ്യാം. കാരണം എത്രത്തോളം നന്നായി നമ്മുടെ തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം നന്നായി നമ്മുടെ തംബ്നെയിൽ സെറ്റ് ചെയ്യുക. ഇത് നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതൽ വ്യൂസ് അതുപോലെ ക്ലിക്ക് ത്രൂ റേറ്റ് എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. അടുത്ത പേജിൽ യൂട്യൂബ് പറയുന്നത് നമ്മൾ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് എല്ലാം ഇത് വളരെ വേഗത്തിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം എന്നാണ്. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ മറ്റു ക്രിയേറ്റേഴ്സിൽ നിന്നും കൂടുതൽ അട്രാക്റ്റീവായ രീതിയിൽ നമ്മൾ തംബ്നെയിൽ സെറ്റ് ചെയ്യാനാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്ന് മനസ്സിലായി കാണും. കസ്റ്റം തംബ്നെയിലിലൂടെ നമുക്ക് കൂടുതൽ വ്യൂസ് എല്ലാം ലഭിക്കും. അതുപോലെ കസ്റ്റം തംബ്നെയിൽ നമ്മുടെ വീഡിയോസിന് ഒരു പ്രൊഫഷണൽ ലുക്ക് എല്ലാം നൽകും. നമ്മുടെ വീഡിയോ ബ്രാൻഡ് ചെയ്യുന്നതിനും കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത് ഗുണം ചെയ്യും. അടുത്ത പേജിൽ കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായി പറയുന്നത് നമ്മുടെ സ്റ്റൈൽ കണ്ടെത്താനാണ്. നമ്മുടെ തംബ്നെയിലിൽ നമ്മുടെ ഒരു ഫോട്ടോ വയ്ക്കുന്നത് അതുപോലെ ഫെമിലിയർ ആയ ഫോണ്ട് കളേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതൽ വ്യൂസ് എല്ലാം കൊണ്ടുവരാൻ സഹായിക്കും. അടുത്ത പോയിന്റിൽ പറയുന്നത് ബോൾഡായ ഡിസൈൻസ് എല്ലാം യൂസ് ചെയ്യാനാണ്. ഇത്തരത്തിൽ നിങ്ങളും നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അനലിറ്റിക്സ് എന്നതിൽ പോയതിനു ശേഷം നിങ്ങളുടെ നന്നായി പെർഫോം ചെയ്യുന്ന തംബ്നെയിൽസ് ഏതെല്ലാം എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നന്നായി പെർഫോം ചെയ്യുന്ന തരത്തിലുള്ള നല്ല തംബ്നെയിൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. ഇതുവഴി നിങ്ങൾക്ക് കുറെ ഓഡിയൻസിനെ എല്ലാം നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ വീഡിയോസിന് വേണ്ട കസ്റ്റം തംബ്നെയിൽ എല്ലാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നൽകാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.